ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് വേക്കൻസികളുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2. ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ പട്ടിക വർഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള ഒരു വേക്കൻസിയാണ്. കോമൺ ആയിട്ടുള്ള വേക്കൻസി അല്ല. അവർക്കുള്ള പ്രത്യേക നിയമനമാണ്. 31,100 തൊട്ട് 66,800 വരെയാണ് ശമ്പളം വരുന്നത്. ജില്ലാടിസ്ഥാനത്തിലാണ്. കൊല്ലം 2, പത്തനംതിട്ട 1, ഇടുക്കി 3, എറണാകുളം 2. അപ്പൊ ഈ ജില്ലകളിലേക്ക് പട്ടികവർഗത്തിൽപ്പെട്ട കേരളത്തിലെ ആർക്കും, അതായത് പട്ടികവർഗത്തിലുള്ള ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ JPHN യോഗ്യത ഉള്ളവരായിരിക്കണം. 18 തൊട്ട് 46 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അതുപോലെ SLC കഴിഞ്ഞ് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നൽകിയിട്ടുള്ള ആക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ്, 18 മാസം ദൈർഘ്യമുള്ള പുതുക്കിയ കോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു അധികാരി നൽകിയ ആക്സിലറി നേഴ്സ് മിഡ്വൈഫ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ നൽകിയിട്ടുള്ള ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പ്ലസ് കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല. 17/1/2024 ബുധനാഴ്ച രാത്രി 12 മണി വരെ അപേക്ഷിക്കാം. അപ്പൊ ഇതായത് കോമൺ ആയിട്ടുള്ള JPHN ഒരു വേക്കൻസി അല്ല എന്ന് മനസ്സിലാക്കുക. പട്ടികവർഗത്തിലുള്ളവർക്ക് മാത്രം, ST കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ JPHN എന്നുള്ള കോഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള വീഡിയോകൾ കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത് പട്ടികവർഗത്തിലുള്ളവർക്ക് മാത്രമാണ് അപേക്ഷ കേട്ടോ, അത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസിയാണ്. ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് 45,600, 95,600. പ്രതീക്ഷിത ഒഴിവുകളാണ്. ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ജനറൽ ആയിട്ടുള്ള, ഇപ്പൊ ജനറൽ കാറ്റഗറി ആയിക്കോട്ടെ, നിങ്ങൾ OBC ആയിക്കോട്ടെ, നിങ്ങൾ എന്താ പറയാ SC/ST ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മറ്റേതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി ആയിക്കോട്ടെ, ജനറൽ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 തൊട്ട് 36 വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. മറ്റുള്ള വിഭാഗങ്ങൾക്ക് പ്രായപരിധി അതനുസരിച്ച് ഉണ്ട്. ഫിസിയോതെറാപ്പിയിലുള്ള ബാച്ചിലർ ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കണം. ഫിസിയോതെറാപ്പിയിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ പ്രതിരോധ സേനയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് ക്ലാസ് ട്രെയിനിങ് നേടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ഓപ്ഷൻ B ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ സിയിൽ പ്രതിരോധ സേനയിൽ നിന്നുള്ള ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് ക്ലാസ് ട്രെയിനിങ് നേടിയിരിക്കണം, അല്ലെങ്കിൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെയും അല്ലെങ്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ബിരുദം BPT നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള രജിസ്ട്രേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതിയും 17/1/2024 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ JPHN ST വേക്കൻസി പറഞ്ഞു. അടുത്തത് കാത്ത് ലാബ് ടെക്നീഷ്യൻ വേക്കൻസിയാണ്. 35,600, 75,400. പ്രതീക്ഷിത ഒഴിവുകളാണ് കാത്ത് ലാബിലേക്ക്. 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സയൻസ് വിഷയത്തിൽ +2 വേണം. കാർഡിയോവാസ്കുലർ ടെക്നോളജിയിലുള്ള ബിരുദമോ തത്തുല്യ യോഗ്യതയോ നേടിയിരിക്കണം. ഓക്കെ, കേരള പാരാമെഡിക്കൽ കൗൺസിലുള്ള രജിസ്ട്രേഷൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 17/1/2024 ആണ്. ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും കാത്ത് ലാബ് ടെക്നീഷ്യനിലേക്ക് അപേക്ഷിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസം. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് SC/ST, JPHN, അതുപോലെ ഫിസിയോതെറാപ്പിസ്റ്റ്, കാത്ത് ലാബ് ടെക്നീഷ്യൻ, ഇത്രയും വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞത്. അടുത്തത് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 35,600, 75,400. പ്രതീക്ഷിത ഒഴിവുകളാണ് ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2. അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ്. 18 തൊട്ട് 36 വരെയാണ് ഏജ് ലിമിറ്റ്. യോഗ്യത പ്രീ ഡിഗ്രി ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചു പാസ്സായിരിക്കണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ നടത്തപ്പെടുന്ന ഒഫ്താൽമിക് അസിസ്റ്റന്റ് കോഴ്സിൽ തത്തുല്യ യോഗ്യത ഉള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം അവസാന തീയതി 17/1/2024 ആണ്. അപ്പൊ ഇതിനകത്തുള്ള നമുക്ക് 4 വേക്കൻസി പറഞ്ഞിട്ടുള്ളതിൽ JPHന്റെ കോഴ്സ് മാത്രമേ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ഉള്ളൂ. ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ കാത്ത് ലാബ് ടെക്നീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ് ക്ലാസ്സുകൾ അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.
അതുപോലെ തന്നെ DMEയുടെ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കൂടാതെ JHIയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. JHI അപേക്ഷിക്കേണ്ട അവസാന തീയതി 20-ാം തീയതിയാണ്, 19-ാം തീയതിയാണ് ഇന്ന്. നാളെ 20-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. So thank you for watching. All the best. Please share this video. Take care.